നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയെയും കേരളത്തിലെ സ്ത്രീകളുടെ യാത്രാ, വിദ്യാഭ്യാസ, ആരോഗ്യ സമീപനങ്ങളെയും വിമർശിച്ച് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ്. പൈസ ഇല്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും അസുഖം വന്നാൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവനയാണ് രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ചർച്ചയാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ സൗജന്യ യാത്ര എന്ന ഉടായിപ്പ് അധികാരം മുന്നോട്ട് പോകില്ല എന്നർത്ഥം. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ സെലിബ്രിറ്റികൾക്ക് പണം നൽകിയെന്ന് ഇൻഫ്ലുവൻസർ ഫൈസാൻ അൻസാരി. ഉർഫി ജാവേദിന് 1 ലക്ഷം രൂപയും പൂനം പാണ്ഡെയ്ക്ക് 20,000 രൂപയും നൽകിയിരുന്നു. ദീപ് കെയെ പാകിസ്ഥാൻ ഏജന്റാണെന്നും ഉമർ ഖാലിദിന്റെ പിന്തുണക്കാരൻ ആണെന്നും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഫൈസാൻ അൻസാരി പറയുന്നു. ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ദീപ് കെ രാജ്യത്തിന്റെ അന്തരീക്ഷം നശിപ്പിച്ചു. ദീപ് കെ തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ അത് കൂടുതൽ കലാപങ്ങൾക്ക് കാരണമായേക്കാമെന്നും ഫൈസാൻ പറയുന്നു. കുനിച്ചു നിർത്തി കൂമ്പിനിടി, അതാണ് ലവനുള്ള മരുന്ന്. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും CPM-ഉം ചേർന്ന് ഗൂഢാലോചന നടത്തി. കൗൺസിലർ സുഗതന് നിയമം അനുകൂലമായതോടെ ഇരു കൂട്ടരുടെയും ആസൂത്രിത നീക്കം പൊളിഞ്ഞു. കോർപ്പറേഷനിൽ BJP ഭരണത്തിന്റെ കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കാനും വാഴൂട്ടുകോണം വാർഡിൽ ഇടതും വലതും കൈകോർത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുമുള്ള നീക്കമാണ് പൊളിഞ്ഞത്. രാഷ്ട്രീയ കേസുകളിൽ പ്രതിയായ സുഗതനെ വീട്ടിൽ പോയി വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് CPM അനുഭാവിയായ SHO വിപിൻ പിടികൂടിയത്. CPM മുൻ MLA VK പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. ശബരിനാഥൻ ആൻഡ് ദീപക് സഖ്യം VV രാജേഷിനെ അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണുന്നതാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഹെലികോപ്റ്ററിൽ പോയി നടത്തിയത് എന്ത് ഡീലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ഔദ്യോഗിക രേഖയിലും മുഖ്യമന്ത്രി ആരെയും കണ്ട വിവരം ഇല്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത്. ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥ വസ്തുത മറച്ചുവെക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിക്കുന്നു. പിണറായി പാർട്ടി സമ്മേളനത്തിന് ഹെലികോപ്റ്ററിൽ പോയെന്ന ആക്ഷേപത്തിനും അയാൾ മറുപടി നൽകി. 2017 സംഭവം. തൃശ്ശൂരിലായിരുന്നു അന്ന് പിണറായി വിജയൻ. ഓഖി കേന്ദ്ര സംഘത്തെ അടിയന്തരമായി കാണാൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ് ചെയ്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CP ജോണിന്റെ പ്രസ്താവനയ്ക്കെതിരെയും MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിച്ചു. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് സംസ്ഥാനത്തുള്ളത് എന്നാണ് MV ഗോവിന്ദന്റെ അഭിപ്രായം. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് CP ജോൺ മണിയാശാനിൽ നിന്നും പഠിക്കണം. ഹെലികോപ്റ്റർ ഉപയോഗം മുഖ്യൻ കാരണഭൂതത്തിൽ നിന്നും പഠിക്കണം. തുടക്കമിട്ട് 11 വർഷം പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് സിറ്റി സാക്ഷാത്കാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അനുമതി നൽകിയ പദ്ധതികളുടെ 97% പൂർത്തീകരിച്ചു കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ മുഴുവൻ തുകയും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചെലവഴിച്ചു. ദൗത്യം ഇതിന്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രകടനത്തിൽ നിർണായക വ്യത്യാസങ്ങളുണ്ടെന്നാണ് നഗരങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വികസിത് ഭാരത് VPVV കമ്പനിയുടെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനെതിരെ ഇരകൾ ദില്ലി ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരത്തിനൊരുങ്ങുന്നു. US പ്രതിരോധ വകുപ്പിനു വേണ്ടി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കാനുള്ള വ്യാജ കരാർ കാണിച്ച് 700 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ആണ് ഈ സമരം. കേരളത്തിനും ദില്ലിക്കും പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ വഞ്ചിതരായ നിക്ഷേപകരും സമരത്തിൽ അണിനിരക്കുമെന്ന് VPVV വിക്ടിംസ് അസോസിയേഷൻ അറിയിച്ചു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ദേശീയ ചിഹ്നങ്ങളും രാഷ്ട്രപതി, പ്രധാനമന്ത്രി, നാവികസേന എന്നിവരുടെ പേരുകളും മുദ്രകളും ചിത്രങ്ങളും കമ്പനി വ്യാപകമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഈ ഗുരുതരമായ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തട്ടിപ്പിനിരയായ 500-ലധികം നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. പപ്പുവിന്റെയും മമ്മിയുടെയും പടങ്ങൾ വെച്ചാൽ കൊള്ളാവുന്നവരാരും 10 പൈസ കൊടുക്കില്ലെന്ന് ലവന്മാർക്കറിയാം. പ്രാരംഭ നിക്ഷേപമായി 22,000 രൂപ നടത്തിയാൽ പ്രതിമാസം 30 ലക്ഷം രൂപ വരുമാനം നേടാമെന്ന അവകാശവാദത്തോടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെതെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധന വിഭാഗമായിട്ടുള്ള PIB ഫാക്ട് ചെക്ക്. ഫേസ്ബുക്കിൽ സ്പോൺസേഡ് പരസ്യമായിട്ടാണ് ഈ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. നിർമ്മല സീതാരാമൻ നിക്ഷേപ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് PIB സ്ഥിരീകരിച്ചു. നാളെ കേൾക്കാം 20,000 പ്രബുദ്ധ മലയാളികൾ സ്കീമിൽ ചേർന്ന് W ആയിരുന്നു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ ഉടൻ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി.
4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇനി സമയപരിധി നീട്ടി നൽകില്ല എന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിർദ്ദേശം നൽകിയത്. കേസിന്റെ വിചാരണ നടപടികൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ മാസമാണ് ആരംഭിച്ചത്. എന്നാൽ സാക്ഷി വിസ്താരം എന്ന് തുടങ്ങുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 2024 കേസിന്റെ വിചാരണ വൈകുന്നുവെന്ന ആക്ഷേപം ചൂണ്ടിക്കാട്ടി അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സാക്ഷികൾക്ക് കൂറുമാറാനുള്ള ടൈം കൊടുക്കൂ യുവർ ഓണർ, അതുവരെ നമുക്ക് വർഗീയതയ്ക്ക് തുളയിടാം. സനാതന സംസ്കാരം മകൾക്ക് പകർന്നു നൽകി പ്രിയങ്ക ചോപ്ര. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് മകൾ മാൾട്ടിയെ ദുർഗാ സപ്തഷടി മന്ത്രം പഠിപ്പിക്കുന്ന പ്രിയങ്ക ചോപ്രയെ കാണാൻ കഴിയുന്നത്. മാൾട്ടിയെ മന്ത്രം പഠിപ്പിക്കുന്ന വീഡിയോയിൽ മകളെ മടിയിൽ കിടത്തി മാറോട് ചേർത്ത് പിടിച്ചാണ് മകൾക്ക് ചൊല്ലി നൽകുന്നത്. തൊട്ടടുത്ത വീഡിയോയിൽ കൂട്ടുകാരികൾക്കൊപ്പം ഒരു ഫാസ്റ്റ് നമ്പറിന് ചൂടുവെക്കുന്ന പ്രിയങ്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഈ വീഡിയോ ഇതുവരെ 30 മില്യണിന് മുകളിൽ ആളുകളാണ് കണ്ടിരിക്കുന്നത്. ബെസ്ലാം രഹേഖ അള്ളാഹ് ഒക്കെ പഠിപ്പിച്ച് മകളെ ഒരു ആധുനിക ബുദ്ധിജീവിയാക്ക് പ്രിയങ്ക ചോപ്ര നായരെ. പാക് അധീന കശ്മീരിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും പ്രഹസനമാണെന്ന് തുറന്നടിച്ച് ഭാരതം. മേഖലയിൽ പാക് സൈന്യം നടത്തുന്ന ക്രൂരമായ അടിച്ചമർത്തലുകളെയും ജനകീയ പ്രതിഷേധങ്ങളെയും മറച്ചുവെക്കാനുള്ള വ്യാജ ശ്രമമാണ് ഇതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് പാകിസ്ഥാൻ നടപടികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. പാകിസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബെസ്റ്റ് തെരഞ്ഞെടുപ്പാണെന്ന് പപ്പു നാളെ പ്രസ്താവന ഇറക്കും. ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.